ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി ഇങ്ങനെ രേവതിയോട് പറയാണ്, ഞാൻ ഇന്ന് ടെറസിലാണ് കിടക്കുന്നത്, ഞാൻ അങ്ങോട്ടേക്ക് പോവാ. എന്നാ ശരി എന്നും പറഞ്ഞിട്ട് സച്ചി ടെറസിലോട്ട് പോവാണ് കേട്ടോ. പിന്നീട് ടെറസിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് വരികയാണ്. ശ്രീകാന്തിനാണെങ്കിൽ നല്ല കുറ്റബോധമുണ്ട്. സച്ചിയേട്ടനെയും ഭാര്യയെയും അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു കള്ളിയാക്കാൻ ശ്രമിച്ചതും പിന്നീട് തന്റെ ഏട്ടനെ ഇങ്ങനെ അവിടെ നിന്ന് ഇറക്കി വിട്ടതും താൻ ഇനി ആലോചിക്കേണ്ട എന്ന് പറയെങ്കിലും കൂടിയിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് വലിയ വിഷമമുണ്ട് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്ക് ഇങ്ങനെ വരിക, എന്താ സച്ചേട്ടാ ഇന്ന് ഇവിടെയാണ് കിടക്കുന്നത്? ഇന്നിവിടെ കിടക്കുന്നു എന്ന് പറയാം കേട്ടോ. അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ശ്രുതി കയറി വരികയാണ്. എന്താ നിങ്ങൾക്കിടയിൽ വീണ്ടും വഴക്കായോ എന്ന് ചോദിക്കാനായിട്ടാ. അത് കേട്ട സച്ചി, വഴക്കൊന്നല്ല, ഒരു ഇളങ്കാറ്റ് കിട്ടുമല്ലോ, ഇവിടെ കിടക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്, അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയാം കേട്ടോ. ഇതേ സമയം ശ്രുതി ആണെങ്കിലും കിട്ടിയ അവസരം മുതലെടുക്കാണ്. കഴിഞ്ഞു പോയ കഥ കഴിഞ്ഞു തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞത് അതങ്ങനെ കഴിഞ്ഞ് ഇരിക്കാൻ പാടില്ല, അതിനെങ്ങനെ കുത്തി നോവിച്ച് മുറിവുണ്ടാക്കാനുള്ള ആ ഒരു തീരുമാനമാണ് കേട്ടോ ശ്രുതി എടുത്തിരിക്കുന്നത്. അങ്ങനെ ശ്രുതി പറയണേ, അല്ല ശ്രീകാന്തെ, കാര്യം എന്ത് പറഞ്ഞാലും നിന്റെ അമ്മായി അച്ഛനെയാണല്ലോ എല്ലാവർക്കും മുന്നിലിട്ടിട്ട് സച്ചി അടിച്ചത്. അത് കേട്ടോടെ തന്നെ സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ശ്രീകാന്ത് ഇത് പറഞ്ഞോടെ തന്നെ ശ്രുതി ഒന്ന് പരിങ്ങുന്നുണ്ട്. അപ്പൊ ആ സമയം ശ്രീകാന്ത് പറയണേ, അല്ല അതവിടെ ഇരിക്കട്ടെ, എന്റെ അമ്മായി അച്ഛനെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനതിൻ്റെതായ കാരണവും ഉണ്ടാവും. അല്ല ശ്രുതിയേട്ടന്റെ അമ്മായി അച്ഛന്റെ യാതൊരു വിവരവും ഇല്ലല്ലോ, താലികോർക്കൽ ചടങ്ങിന് അന്നവിടെ എത്തും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും കണ്ടില്ലല്ലോ. അത് കേൾക്കുന്ന ശ്രുതി ആകെ ചമ്മി പോവാണ് കേട്ടോ. ആ സമയം സച്ചിക്ക് ഇങ്ങനെ ചിരി വരുന്നുണ്ട്. ഉടൻ തന്നെ അവിടെ പറയാണ്, അത് പിന്നെ അങ്ങേര് എന്തോ പോലീസിൽ എന്നോ എന്തോ കേസിൽ കുടുങ്ങിയിരിക്കുകയെന്നോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞത് കേട്ടു എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പൊ ഈ സമയം എന്താണെങ്കിലും അത് നന്ന്. അപ്പൊ ഉടൻ തന്നെ സച്ചി പറയുന്നുണ്ട്, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു എന്ന് വർഷ പറയുന്നത് പോലെ ശ്രീകാന്ത് കഴിഞ്ഞത് കഴിഞ്ഞു, എല്ലാവരുടെ അടുത്തും തെറ്റുണ്ടല്ലോ, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പൊ ഈ സമയം ശ്രീകാന്ത് പറയാണ്, ഏട്ടാ സച്ചേട്ടാ, നമ്മള് ചെറുപ്പകാലം ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു സുഖമായിരുന്നു, ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പെണ്ണ് കെട്ടിയപ്പോൾ പണ്ടാരോ പറയുന്നത് പോലെ കാല് കെട്ടിയതുപോലെ ആയി എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടോടെ തന്നെ ശ്രുതി പറയുന്നത് ശരിയാണ്, എന്തൊരു മനസ്സമാധാനമായിരുന്നു അന്നത്തെ ജീവിതം, ഇന്ന് ഒരു സമാധാനവുമില്ല. ഏറ്റവും വലിയ ഡിഗ്രി എടുക്കേണ്ടത് പെണ്ണ് കെട്ടിയോടത്താണ്, അല്ലാതെ പഠിപ്പിലൊന്നുമല്ല എന്നിങ്ങനെ ശ്രുതിയും പറയാൻ കേട്ടോ. അപ്പൊ ഇത് കേൾക്കുന്ന സച്ചിക്ക് ചിരി വരുന്നുണ്ട്. എന്നാൽ ഈ സമയം താഴെയാണെങ്കിലോ രേവതി ഇങ്ങനെ മുല്ലപ്പൂ കോർക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വർഷ കയറി വരാൻ കേട്ടോ. അപ്പൊ വർഷക്ക് നല്ല കുറ്റബോധമുണ്ട്. ചേച്ചിയെ എന്റെ അച്ഛനാണല്ലോ അവിടെ കള്ളിയാക്കാൻ നോക്കിയത്, അതുകൊണ്ട് തന്നെ ചേച്ചി എന്ന് പറഞ്ഞു വിളിക്കുമ്പോ എന്താ എന്തെങ്കിലും വേണോ എന്നിങ്ങനെ വർഷയോട് രേവതി ചോദിക്കാണ്. എനിക്കൊന്നും വേണ്ട, ചേച്ചിയുമായി കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കണമെന്ന് കരുതി, അതുകൊണ്ട് വന്നതാണ്. അല്ല ചേച്ചി ഇപ്പൊ ഈ പൂമാല കോർക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നാളെ കുറച്ച് ഓർഡറുകളുണ്ട്, അത് കൊടുക്കാൻ വേണ്ടിയാണ് ഞാനിത് കിട്ടിയുണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ സച്ചേട്ടൻ ടെറസിന് മുകളിലോട്ട് കിടക്കാൻ പോയിരിക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ. അപ്പോ ഇത് കഴിഞ്ഞാൽ വിളിക്കാൻ പറഞ്ഞിരിക്കുന്നു എന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരാണ്. അപ്പൊ ഇവരങ്ങനെ അങ്ങ് പഴയതുപോലെ അങ്ങ് ഒത്തൊരുമിക്കാൻ പാടില്ല, എന്തായാലും വർഷക്കുള്ളിൽ ഒരു ചെറിയൊരു തീപ്പൊരി ഇട്ട് കൊടുക്കുക, അതിന് പറ്റിയൊരു അവസരമാണ്, കിട്ടിയ അവസരം മുതലെടുക്കുക തന്നെ വേണമെന്ന് തീരുമാനിച്ചിട്ട് എന്ത് ചെയ്യുന്നു, നേരെ ഇങ്ങനെ വർഷയുടെ അടുത്തോട്ട് ചെല്ലാണ്. അപ്പൊ വർഷയെ, നിനക്ക് നിന്റെ അച്ഛനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടമില്ലേ? നിന്റെ അച്ഛനെ എല്ലാവർക്കും മുന്നിലിട്ട് അടിച്ചതിൽ നിനക്ക് വിഷമമില്ലേ? അപ്പോ മേലെ ശ്രുതി പറഞ്ഞതുപോലെ തന്നെയാണ് ശ്രുതി ഇവിടെ പറയുന്നത്. അത് കേട്ട ഉടനെ രേവതി ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ രേവതിക്ക് മുഖം ഒരു ചാതി ആവുന്നുണ്ട്. അപ്പൊ വർഷയോട് പറയാണ്, നിനക്ക് രേവതിയോട് അതിന്റെ പേരിൽ ദേഷ്യമില്ലേ, സച്ചിയോടൊന്നും ദേഷ്യമില്ലേ എന്നിങ്ങനെ ശ്രുതി ചോദിക്കുമ്പോ ഉടനെ വർഷ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ആ ഒരു മറുപടിയാണ് കേട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് ശ്രുതിയുടെ മുഖത്തടിച്ച് കൊടുത്തിരിക്കുന്നത്. എന്റെ അച്ഛനെ അടി കിട്ടിയെങ്കിൽ അതിൻ്റെതായ കാരണമുണ്ട്, എന്റെ അച്ഛൻ മോശക്കാരനൊന്നും അല്ലല്ലോ, അതിന്റെ ആദ്യ കാരണം എന്റെ അച്ഛന് തന്നെയല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്, അതുകൊണ്ട് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പൊ ആ വിഷയം ഇവിടെ വെച്ച് നിർത്താമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, ഇനി ഇത് പറയണ്ട എന്ന് പറയണ്ട. അപ്പൊ അത് കേൾക്കുന്ന ശ്രുതിക്ക് ആകെ ചമ്മലാവാണ് കേട്ടോ. ഈശ്വര, എന്താ അപ്പൊ ഇതുണ്ടായത്, ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും ഇവൾ ഇങ്ങനെ ഒരു മറുപടി ഇവള് പറയുന്നു വിചാരിച്ചില്ല, ഇവളുടെ സ്വന്തം അച്ഛനാണ്, ഇവൾ അതിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന ഞാൻ കരുതിയത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ.
ഈ സമയം രവതി പറയാണ്, നിന്റെ അച്ഛനെ സച്ചേട്ടൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ കള്ളി എന്ന് പറഞ്ഞ് അത്രയും പേരുടെ മുന്നിൽ അടി കിട്ടിയതിനേക്കാൾ വേദനയാണ് എന്നൊക്കെ പറയുമ്പോൾ രവതി ചേച്ചി, ഞാൻ പറഞ്ഞു, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കണ്ട, എന്തായാലും അതൊക്കെ കഴിഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അങ്ങ് ഒരുമിക്കാലോ എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പൊ ഉടൻ തന്നെ എന്തായാലും നിങ്ങളുടെ ഭാര്യ ഭർത്താവ് ബന്ധം അത് അടിപൊളി തന്നെയാണ് എന്നിങ്ങനെ പറയണേട്ടോ. അപ്പൊ ഈ സമയം അതെന്താ നിങ്ങൾക്കിടയിൽ എപ്പോഴും വഴക്കുണ്ടാവുന്നത് കൊണ്ടാണോ രേവതി നീ അങ്ങനെ പറഞ്ഞത് എന്ന് ശ്രുതി പറയാണ്. അത് കേട്ട ഉടനെ രേവതി പറയാണ്, അതല്ല, ശ്രീകാന്തിന്റെ മനസ്സ് അത് ഒന്നൊന്നര മനസ്സ് തന്നെയാണ്. അവന് വർഷയില്ലാതെ ഈ വീട്ടിലോട്ട് വരില്ലെന്ന് അവന്റെ ആ തീരുമാനമുണ്ടല്ലോ, അത് ആരും കാണാതെ പോകരുത്. അവന്റെ ഭാര്യയെ അവൻ അത്രത്തോളം സ്നേഹിച്ചിരുന്നു വർഷയെ, അത് നിനക്ക് മനസ്സിലായില്ല. അപ്പൊ വർഷ പറയണ, ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റിലുള്ള ജീവിതമാണ്. അപ്പൊ അത് കേട്ട ഉടനെ ഇങ്ങനെ ശ്രുതിക്ക് ഇങ്ങനെ അവിടെ എന്തെങ്കിലും കുത്തി കൊണ്ട് സംസാരിക്കണം. അപ്പൊ ശ്രുതി പറയണ, അഡ്ജസ്റ്റ്മെന്റ് സച്ചിക്ക് രേവതിക്ക് ഇടയിലാ ഇല്ലാത്തത്. അപ്പൊ ഇത് കേട്ടോടെ തന്നെ വർഷ പറയാം, ആര് പറഞ്ഞു സച്ചേട്ടൻ രേവതിക്ക് ഇടയിൽ ഇല്ലാന്ന്? ഇവർക്കിടയിലാ ഉള്ളത്, നമുക്കിടയിൽ അത് തീരെയില്ല. ഇപ്പോ ഏട്ടത്തിയുടെ കാര്യം തന്നെ ആലോചിക്കുകയാണെങ്കിൽ എന്നിങ്ങനെ പറയുമ്പോ അവിടെ പറയാൻ പേടിച്ചിട്ട് ശ്രുതി വേഗം പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം മുകളിൽ സച്ചിക്ക് ഇങ്ങനെ ഉഗ്രം പണി കൊടുക്കുകയാണ് സുധി. അപ്പൊ സുധിക്ക് തിരിച്ചടിയായിട്ട് ഉടൻ തന്നെ സച്ചി പറയണം, എന്തായാലും എന്റെ സുധിയേട്ടനെ പോലെ ഒരുത്തന്നെ ഭാര്യയാണ് സഹിക്കുന്നത്. പൗഡർ എടുത്തിയെ സമ്മതിക്കണം. നിങ്ങൾക്കൊരു കൂലിയും വേലയും ഇല്ലാതെ നിങ്ങളിങ്ങനെ നടക്കല്ലേ പൗഡർ എടുത്തിയ ചെലവിൽ. അത് കേൾക്കുന്ന സുധി ആകെ ചമ്മി പോവട്ട. ഈശ്വര, ഇവനിട്ട് കുത്തു കൊടുക്കാൻ വന്ന എനിക്കിട്ട് കുത്ത് കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു ലെവലില്. അപ്പൊ ഉടൻ തന്നെ ശ്രീകാന്ത് പറയണം, അത് ശരിയാണ്, ഇവിടെ ഏട്ടന്റെ കാര്യത്തിൽ ശ്രുതിയേട്ടത്തിക്കാണ് ബുദ്ധിമുട്ട്. ഞങ്ങളുടെ ഇടയിൽ ഈ പറയുന്ന രേവതിയും വർഷക്കിടയിലാണ് പ്രശ്നങ്ങൾ. ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നോടത്തോളം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പൗഡർ എടുത്തിക്ക് അങ്ങനെയല്ല. ഒരു കൂലിയും വേലയും ഒന്നും ഇല്ലാത്ത ഒരു ഭർത്താവിനെയല്ലേ കിട്ടിയത്. ഞങ്ങളുടെ ഭാര്യമാർക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ, അവർക്ക് ഞങ്ങൾ അയച്ചിട്ടാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം. മതിയടാ നിന്റെ സംസാരം എന്ന് പറയുന്നുണ്ട് കേട്ടാ. ആ സമയം ശ്രുതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാണ്. ശ്രുതി പറയാണ്, ആര് പറഞ്ഞു? ശ്രുതിയുടെ കാര്യങ്ങളെല്ലാം ഞാനല്ലേ ചെയ്തു കൊടുക്കുന്നത്. എനിക്ക് കൂലിയും വേലയില്ലെങ്കിൽ വേണ്ടതൊക്കെ ഞാൻ അവൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. അവളെ ഞാനാണ് നോക്കുന്നത്, അവൾ എന്നെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനിട്ട. ആ സമയമാണ് ഇങ്ങനെ ശ്രീകാന്തിന്റെ ഫോൺ റിങ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ തന്നെ വർഷയാണല്ലോ എന്ന് ശ്രീകാന്ത് പറയട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ ശ്രുതിക്ക് പേടിയാവാണ്. അപ്പോൾ ഉടൻ തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, വർഷ ഇനിയിപ്പോ ഇതെല്ലാം കേട്ടിട്ടുണ്ടാവുമോ, ഇനിയിപ്പോ രണ്ടാമതും ഞാൻ ഹോട്ടൽ റൂമിൽ പോയി നിൽക്കേണ്ടി വരുമോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ സച്ചി പറയും, മിക്കവാറും വേണ്ടി വരും, നിങ്ങളുടെ സംസാരം അവര് കേട്ടിട്ടുണ്ടാവും. എന്റെ ഭാര്യക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, ഞാനുമായി പിണങ്ങി അവള് പോവില്ല എന്നും പറയുന്നുണ്ട് കേട്ടാ. അങ്ങനെ ഉടൻ തന്നെ അതുവരെ സംസാരിച്ചിരുന്ന ശ്രീകാന്തല്ല, എന്താ പക്ഷേ എന്താ വിളിച്ചത്? അതെ, ഉറങ്ങാൻ വരുന്നില്ലേ? ഉറങ്ങുന്ന സമയമായി, എപ്പോ എത്തും? ദാ ഞാൻ വന്നു, നീ ഡോറ് തുറക്ക് എന്നിങ്ങ പറയുന്നു കേട്ടോ. അപ്പൊ ഈ സമയം അവിടെ നിന്ന് ശ്രീകാന്ത് ഓടാനിട്ടാ. ഇത് കാണുന്ന സച്ചി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. ഇത്രയും നേരം വലിയ ഇതോട് കൂടിയിട്ട് സംസാരിച്ച ഇപ്പോ പെണ്ണിന് മുന്നിൽ അങ്ങ് അടിയറവ് പറഞ്ഞതുപോലെ ആയിരിക്കുന്നു എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവനല്ലേ ഇപ്പൊ കുറച്ചു നേരത്തെ ഇവന്റെ ഭാര്യയെ കുറിച്ച് ഇവൻ എന്തൊക്കെ പറഞ്ഞു, എന്നെ കളിയാക്കിയിട്ട് ഇപ്പൊ അവൻ എന്താ ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ സുധിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അപ്പൊ സുധിയെ എടുത്ത് നോക്കുമ്പോ ശ്രുതിയാണല്ലോ. ഈശ്വര, ഇനിയിപ്പോ അടുത്തത് കേട്ടിട്ടായിരിക്കും ഏട്ടന് ഉഗ്രം പണി തരാനായിരിക്കും പൗഡർ എടുത്ത് വിളിക്കുന്നത്. അത് കേട്ട ഉടൻ തന്നെ ഇങ്ങനെ മിണ്ടാതിരിക്കടാ എന്നും പറഞ്ഞിട്ട് ശ്രുതിയുടെ ഫോൺ എടുക്കാനേട്ടാ. എന്താ ശ്രുതി, എനിക്ക് കിടക്കണം, നീ എന്താ വരാത്തത്? ഞാനിത് എത്തിയിരിക്കുന്നു ശ്രുതി മോളെ, ഞാൻ ഇപ്പൊ എത്തും പറഞ്ഞ് ശ്രുതിയുടെ അടുത്തോട്ട് ശ്രുതി ഓടി ചെല്ലാനേട്ടാ. ഇതേ സമയമാണെങ്കിലോ സച്ചിക്ക് മാത്രം ഫോൺ വരുന്നില്ല. അപ്പൊ സച്ചിക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. എന്റെ ഭാര്യ മാത്രം വിളിക്കുന്നില്ലല്ലോ, എല്ലാവരും വിളിച്ചു. എല്ലാവരും ഭാര്യമാരുടെ മുന്നിൽ ഇങ്ങനെ പേടിച്ചു വിറച്ച് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് തന്നെ അങ്ങനെ ഒരു കൊതി വരുന്നു എന്നിങ്ങനെ സച്ചി മനസ്സുകൊണ്ട് തീരുമാനിക്കാൻ. അങ്ങനെ സച്ചി രേവതിക്ക് വിളിക്കാണ്. രേവതി, നീ എന്താ എന്നെ വിളിക്കാത്തത്? സച്ചേട്ടനല്ലേ ടെറസിൽ പോയി കിടക്കാന്ന് പറഞ്ഞത്, എന്നാലും നിനക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? കിടക്കാൻ നേരം ഞാൻ അവിടെ വേണമെന്ന് എനിക്കില്ലേ? അത് കേട്ടിട്ടുണ്ട്. എന്താ സച്ചേട്ടാ, എന്താണ്? അല്ല, ശ്രീകാന്തും സുധിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, സുധിയേട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ അവരുടെ ഭാര്യമാര് വിളിച്ചപ്പോ അവരിവിടെ നിന്ന് ഓടിപ്പോയി. അപ്പൊ അത് കേട്ട ഉടനെ തന്നെ രേവതി, എന്റെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ അല്ല, നീ എനിക്ക് വിളിക്കണം. എന്താ സച്ചേട്ടാ ഈ പറയുന്നത്? എന്താ കൊച്ചു കുഞ്ഞുങ്ങളുടെ പോലത്തെ പെരുമാറ്റം?
ഞാൻ പറഞ്ഞത് അങ്ങ് കേൾക്കണ്ട, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഞാൻ ഇല്ലാതാവും. അവർ ഇപ്പൊ ഇത് നോക്കി കുത്തിരിക്കുന്നുണ്ടാവും. നീ എനിക്ക് വിളിക്കെന്ന് പറയാനേട്ടാ. അതിന് കട്ട് ചെയ്തെങ്കിലല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. ഫോൺ കട്ട് ചെയ്തോടെ തന്നെ രേവതി സച്ചിക്ക് വീണ്ടും വിളിക്കാണ്. അപ്പൊ സച്ചി ഫോൺ എടുത്തു. ആ രേവതി എന്താ വിളിച്ച്? അല്ല കിടക്കാൻ വരുന്നില്ലേ? ആ ഞാൻ ഇപ്പൊ എത്തി രേവതി, ഞാൻ ഇപ്പൊ എത്തൂട്ടോ. എന്തായാലും എന്നോട് ദേഷ്യമൊന്നും പിടിക്കണ്ട. അപ്പോ രേവതി പൊട്ടിച്ചിരിക്കാൻ കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ സച്ചി പതുക്കെ ചോദിക്കുന്നു, നീ എന്തിനാ ചിരിക്കുന്നത്? അല്ല എന്റെ മുന്നിൽ ഇതുവരെ സച്ചിയേട്ടൻ ഇങ്ങനെ സൗണ്ട് കുറച്ച് സംസാരിച്ചിട്ടില്ല. ഇപ്പൊ സംസാരിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് ചിരിയാണ് വരുന്നത്. എടി അവന്മാരുടെ ഭാര്യയുടെ മുന്നിൽ ഇങ്ങനെയാണ് സംസാരിച്ചത്, അതുപോലെ ഞാനൊന്ന് കാണിച്ചതാ. ശരി എന്നാ ഞാൻ ഇപ്പൊ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് പെട്ടെന്ന് കാണാം രേവതിയുടെ റൂം തട്ടുന്ന. അപ്പൊ രേവതിയുടെ റൂമിലോട്ട് ഇങ്ങനെ വർഷ കയറി വരാണ്. അപ്പൊ എന്താ വർഷേ എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് പൂ വേണം എന്ന് പറയട്ടോ. അത് കേട്ടോടെ തന്നെ രേവതി പറയുന്നത്, അയ്യോ ഈ പൂ നാളേക്കുള്ളതാണല്ലോ, അത് ക്യാഷ് കൊടുത്ത് വാങ്ങിയതാണ്, അത് വിൽക്കാനുള്ളതാ. അത് കേട്ടോടെ തന്നെ അതാണ് രേവതി ചേച്ചി പറഞ്ഞത്, ഇവിടെ ഇരിക്കുന്ന പൂവിനുള്ള പൈസ എനിക്കിത് മറ്റ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് പോലെ എനിക്ക് തന്നാ മതി എന്ന് പറയട്ടെ. അങ്ങനെ കുറച്ച് പൂവുമായി ഇങ്ങനെ വർഷ ശ്രീകാന്തിന്റെ റൂമിലോട്ട് പോകുന്ന ഒരു സീനൊക്കെയാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്.